ക്യാരറ്റ് കിച്ചടിയും ബീട്രൂട്ട് കിച്ചടിയും ഇല്ലാതെ എന്ത് ഓണാഘോഷം അല്ലേ? തിരുവനന്തപുരം രുചിയിൽ ഒരു ക്യാരറ്റ് കിച്ചടിയും ഒരു ബീട്രൂട്ട് കിച്ചടിയും. ക്യാരറ്റ് കിച്ചടി മധുര കിച്ചടിയാണ് കേട്ടോ. നമ്മൾ തിരുവനന്തപുരം സദ്യയിലൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അതിൽ ഒരു പേസ്റ്റ് പോലത്തെ ഒരു കിച്ചടി കാണും, ഈ ഓറഞ്ച് കളറിൽ. അത് ആ കിച്ചടിയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നേരത്തെ കാണിച്ച പോലത്തെ ക്യാരറ്റ് 3 ഞാൻ എടുത്തിട്ടുണ്ട്. ആ 3 ക്യാരറ്റും തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലിട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർക്കണില്ല. മധുര കിച്ചടി ആയതുകൊണ്ട് നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വന്നതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കുള്ളൂ. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. വേവിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ആറാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ്. ഇതിപ്പോൾ ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറട്ടെ. ഇത് ചൂടാറുന്ന സമയത്തിന് ബീട്രൂട്ട് കിച്ചടിക്ക് ആവശ്യമായിട്ടുള്ള ബീട്രൂട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു ബീട്രൂട്ട് തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുത്ത് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വേവിക്കാനായിട്ട് വയ്ക്കാം. ബീട്രൂട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കുവാണേ. ഇനി ഇത് വേവണ സമയത്തിന് നമുക്ക് ക്യാരറ്റ് കിച്ചടി റെഡിയാക്കാമേ. ക്യാരറ്റ് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാമേ. ക്യാരറ്റ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ മുഴുവൻ ക്യാരറ്റും അരച്ചെടുക്കണം. മുഴുവൻ ക്യാരറ്റും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അരച്ചെടുത്ത ക്യാരറ്റ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അതേ ജാറിൽ തന്നെ വളരെ കുറച്ച് തേങ്ങ, ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ വരും കേട്ടോ. ഇത്ര ആ തേങ്ങയും കുറച്ച് ജീരകവും ചേർത്ത് ക്യാരറ്റ് നമ്മൾ വേവിച്ച വെള്ളം കുറച്ച് മിച്ചം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഒഴിച്ച്, ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ. തരിതരിപ്പൊന്നുമില്ലാതെ ഇതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. ഇനി അതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരണം. പച്ചമുളക് ഒരുപാട് അരിഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഈ കൂട്ട് ഇനി ക്യാരറ്റിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കണം. ഉപ്പ് കൂടി പോകരുത്, വളരെ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. രുചിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഉപ്പ് വേണം, ആ ഒരു രീതിക്ക് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. തിളച്ചൊന്നും പോകരുത്, വെള്ളമായി പോകരുത്, ഈ ഒരു കട്ടിക്ക് വേണം. കാരണം നമ്മളിതിൽ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കിച്ചടിക്കൊക്കെ ഇതുപോലെ അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാതെ ഇളക്കാതെ ഇരുന്നാൽ അത് ഒരുമാതിരി പിരിഞ്ഞു പോകും. അപ്പോൾ ഇളക്കി കൊടുത്താൽ ഒരു പ്രശ്നം വരില്ല. ഇനി അതിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കുവാണ്. 1 കപ്പ് തൈര്, വലിയ പുളിയില്ലാത്ത ചെറിയ പുളിയുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. വലിയ പുളിയൊന്നുമുള്ള തൈര് കിച്ചടിക്ക് നല്ലതല്ല. ചെറിയൊരു പുളിപ്പുള്ള തൈരാണ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ക്യാരറ്റ് കിച്ചടി റെഡി ആയിട്ടുണ്ട്. വെറും 1 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ക്യാരറ്റിന് പൊതുവേ മധുരമുണ്ട്, അപ്പോൾ ആ മധുരം ഇത്തിരി കൂടെ നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് വെറും 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തത്. എങ്കിലേ അതിൻ്റെ ആ ഒരു രുചി നമുക്ക് കിട്ടുള്ളൂ. കിച്ചടിയിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തൈര് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാനേ, അത് മറക്കരുത്. ക്യാരറ്റ് കിച്ചടി റെഡിയായി. ഇനി അതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുകും കൂടി ഇട്ട് കൊടുത്ത് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കടുക് വറുത്തൊഴിക്കാനുള്ള സംഭവമായേ. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തിരുവനന്തപുരം രുചിയിൽ ഒരു ക്യാരറ്റ് കിച്ചടിയാനായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരേക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന കറികളെയൊക്കെ ഞങ്ങൾ കിച്ചടി എന്നാണ് കേട്ടോ പറയണത്. ബീട്രൂട്ട് കിച്ചടി, ക്യാരറ്റ് കിച്ചടി അങ്ങനെ ആണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം അടച്ച് വെക്കണേ. ഒരു 5 മിനിറ്റെങ്കിലും അടച്ച് വെച്ചാലേ കടുക് വറുത്തതിൻ്റെ രുചിയൊക്കെ ആ കിച്ചടിയിലോട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. കുറച്ച് സമയം ഇതുപോലെ അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നോക്കാമേ. നമ്മുടെ ക്യാരറ്റ് കിച്ചടി അടിപൊളിയായിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ ഈ കിച്ചടി ഇരിക്കാനായിട്ട്. നല്ല രുചിയുമാണ്. നമ്മൾ അല്പം പഞ്ചസാരയും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതൊരു പ്രത്യേക രുചിയുമാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത് നമുക്ക് ബീട്രൂട്ട് കിച്ചടിയിലോട്ട് പോകാമേ. ബീട്രൂട്ട് പോകാം. ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ക്യാരറ്റ് അരച്ചതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാമേ. അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും അരയ്ക്കാൻ നേരത്ത് വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. തേങ്ങ അരയ്ക്കാൻ നേരത്ത് മാത്രമേ വെള്ളം ചേർക്കുകയുള്ളൂ. ഈ ക്യാരറ്റൊന്നും അരയ്ക്കാൻ നേരത്ത് ഒരു വെള്ളം ചേർക്കണ്ട. അതങ്ങ് അരയ്ക്കുമ്പോൾ തന്നെ അതിൽ വെള്ളത്തിന് അംശം ഉള്ളതുകൊണ്ട് ഇതുപോലെ അരഞ്ഞ് കിട്ടും കേട്ടോ. മൊത്തം ബീട്രൂട്ട് ഇതുപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അരച്ചെടുത്ത ബീട്രൂട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ ജാറിൽ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങയും കൂടി അരച്ചെടുക്കാം. ഞാൻ ഇത് ഒരു പിടി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ക്യാരറ്റ് കിച്ചടിക്കെന്ന് വെച്ചാൽ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഒരു പിടി തേങ്ങ വേണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ജീരകവും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്ന് ഇനി അതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഒരുപാട് അരഞ്ഞു പോകാതെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇനി ആ കൂട്ട് ബീട്രൂട്ടിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ക്യാരറ്റ് കിച്ചടിയെക്കാട്ടി ഇതിന് വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കടുക് അരച്ചിട്ടുണ്ട്. ക്യാരറ്റ് കിച്ചടിയിൽ കടുക് അരയ്ക്കില്ല. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ജാറ് കഴുകിയ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. കാരണം ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മതി കേട്ടോ. ഇതിൽ നമ്മൾ മധുരമല്ല ഉപ്പാണ് ചേർക്കാറുള്ളത്. മധുരം ചേർക്കുന്നതേ ഇല്ല. അതുകൊണ്ട് ഇതിന് കുറച്ച് വെള്ളം ഉപയോഗിക്കാമേ. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഇതിലരയ്ക്ക ഉപയോഗിച്ചത് ബീട്രൂട്ട് വേവിച്ചപ്പോഴൊന്നും വെള്ളം മിച്ചമില്ലായിരുന്നു. തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഉപയോഗിച്ചത്. ചൂടാക്കി ആറിയ വെള്ളമാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഈ കറിയൊക്കെ വയ്ക്കുമ്പോൾ ചൂടാക്കിയ വെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. കറി ചീത്തയാകാതെ ഇരിക്കുകയുള്ളൂ. അത് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതൊന്ന് തിളച്ച് പോകാതെ ചൂടാക്കി എടുക്കണേ. ഇതൊന്ന് ചൂടായി വരുന്ന അതിലേക്ക് 1 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുവാണ്. നമ്മളൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത തൈരാണ് കേട്ടോ. ആ തൈരും കൂടി ചേർത്ത് കൊടുക്കണേ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. ഇതിൽ ഉപ്പില്ലായിരുന്നു, അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്തൊഴിക്കാമേ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് നമുക്ക് കറിയിലോട്ട് ഒഴിക്കാമേ. ഈ 2 കിച്ചടിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പണ്ടൊക്കെ മിക്സിയൊന്നും ഇല്ലാത്ത ആ ഒരു കാലഘട്ടമില്ലേ, അന്നൊക്കെ ഞങ്ങൾ ഇതുപോലെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വേവിച്ചതിന് ശേഷം അമ്മിക്കല്ലിൽ അരച്ചെടുക്കും കേട്ടോ. അങ്ങനെയാണ് കിച്ചടി ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഈ കടുക് വറുത്ത് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. പണ്ടത്തെ ഒരു കാര്യം. ഈ കിച്ചടി ആയാലും അതുപോലെ തന്നെ എന്ത് കറി ആയാലും ഈ കടുക് വറുത്ത് ഒഴിച്ചതിന് ശേഷം കറി കുറച്ച് കോരി ഈ പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ ഷൂ എന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ എൻ്റെ ആ കുട്ടിക്കാലത്തൊക്കെ എനിക്കതൊരു വല്ലാത്തൊരു അത്ഭുതമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പം ആറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. ചൂടോടെ ഒഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കറി പിരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ നേരത്ത് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഈ കടുക് വറുത്തത് ഒന്ന് ആറിപ്പോയി കേട്ടോ. ഇപ്പോൾ ആ സൗണ്ട് കേട്ടില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ ഇതിൽ കൂടെ വന്നു കേട്ടോ. അപ്പോൾ ഇനി കടുക് വറുത്തൊഴിച്ചതിന് ശേഷം കുറച്ച് സമയം അടച്ച് വെക്കാമേ. ഇതുപോലെ കിച്ചടി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ 2 കിച്ചടികളും എല്ലാവരും ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണേ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തും കൂടെ വയ്ക്കണേ.
അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, കമൻറ്റ് കൊടുക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. കിച്ചടികൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കട്ടിക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ഇലയുടെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, ഒലിച്ചു പോകാതെ. അപ്പോൾ ഈ വർഷത്തെ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഓണസദ്യ നമുക്ക് ഇതുപോലെ കിച്ചടിയൊക്കെ ഉണ്ടാക്കി കളർഫുള്ളാക്കാം. ഈ വർഷത്തെ ഓണം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആയിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.